ടോപ്പ് ഓർഡർ തകരുന്നതോടുകൂടി തന്നെ ഇന്ത്യക്ക് മൊത്തത്തിൽ പാളിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 10 ഓവർ പൂർത്തിയാകുമ്പോഴേക്കും ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 27 റൺസാണുള്ളത്. 3 വിക്കറ്റ് പോയിരിക്കുന്നു. ശുഭ്മാൻ ഗിൽ പോയിരിക്കുന്നു, വിരാട് കോഹ്ലി പോയിരിക്കുന്നു, രോഹിത് ശർമ്മ പോയിരിക്കുന്നു. മൊത്തത്തിൽ ഓസ്ട്രേലിയ പെർത്തിലെ കണ്ടീഷൻസിനെ കൃത്യമായി ഉപയോഗിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഹേസൽവുഡൊക്കെ ബൗൺസി കണ്ടീഷൻസിനെ മനോഹരമായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം 7 ഓവറാണ് എറിഞ്ഞത്, അതിൽ 20 റൺസാണ് ആകെ വിട്ട് നൽകിയത്. 2 വിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതിൽ ക്രൂഷ്യലായിട്ടുള്ള ശ്രേയസ് അയ്യരുടെയും രോഹിത് ശർമ്മയുടെയും വിക്കറ്റ് അദ്ദേഹത്തിനാണ് എന്നുള്ളതാണ്. പിന്നെ വിരാട് കോഹ്ലി സ്വാഭാവികമായിട്ടും അദ്ദേഹം ഓഫ് സൈഡ് ട്രാപ്പുകളിൽ കുറേ അധികമായി കൊടുക്കുന്നത്. അത് വീണ്ടും അതിൻ്റെ ഒരു തനിയാവർത്തനം നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ഏതാണ്ട് ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഓഫ് സൈഡ് ട്രാപ്പിൽ കുടുങ്ങിയ ഒരു വിരാട് കോഹ്ലി ഔട്ട് ആവുന്നു. കാരണം വിരാട് കോഹ്ലിയുടെ ഒരു പ്രൈം കാലഘട്ടമുണ്ട്, 2020 വരെയുള്ള ഒരു കാലഘട്ടം. ആ സമയത്ത് ഓഫ് സൈഡിൽ ആര് പന്തെറിയുകയാണെങ്കിലും അത് കവർ ഡ്രൈവിലൂടെ ബൗണ്ടറി കടത്തുന്നു, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സിക്സറൊക്കെ അടിക്കുന്ന ഒരു വിരാട് കോഹ്ലി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലി ഓഫ് സൈഡ് ഗണിയിൽ സ്ഥിരമായിട്ട് കുടുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏതെങ്കിലും ഒരു സീരീസ് നോക്കുമ്പോൾ അതിൽ 1-2 ഇന്നിങ്സുകൾ മാത്രമാണ് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. മറ്റു കളികളൊക്കെ വിരാട് കോഹ്ലിയെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം കവർ ഡ്രൈവുകളൊക്കെ മനോഹരമായി കളിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ഓഫ് സൈഡ് ട്രാപ്പിൽ കുടുങ്ങി പോകുന്നത് ഇന്ന് സ്റ്റാർക്കിന്റെ പന്തിലാണ് അദ്ദേഹം കുടുങ്ങിയത്. വളരെ രസകരമായ ഒരു സംഭവം കൂടി നടക്കുകയുണ്ടായി. സ്റ്റാർക്ക് എറിഞ്ഞൊരു പന്ത് രോഹിത് ശർമ്മയ്ക്ക് എതിരെറിഞ്ഞൊരു പന്ത് 176.5 കിലോമീറ്റർ പെർ അവർ എന്നുള്ള ഒരു സ്പീഡോമീറ്ററിൽ കാണിച്ചു. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പന്ത് എന്ന് പറയുമ്പോൾ ഷോയിബ് അക്തർ എറിഞ്ഞതാണ് 161.3. 2003 ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ അത് ഇപ്പോൾ സ്ക്രീൻഷോട്ടായിട്ടൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇത്രയും, അതായത് അക്തറിനെ കടത്തി വെട്ടിക്കൊണ്ട് സ്റ്റാർക്ക് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പന്തെറിഞ്ഞു എന്നുള്ള രൂപത്തിൽ അങ്ങനെയുള്ള വാർത്തകൾ. പക്ഷെ അത് സ്പീഡോമീറ്ററിൽ ഒരു തെറ്റായിരുന്നു.